പ്രിയപ്പെട്ടവരെ, കേരള വിഷൻ പബ്ലിക്കേഷൻ്റെ നിസാർ മേത്തർ രചിച്ച ഒരു പുസ്തകം, നവാസ് മേത്തർ രചിച്ച പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ആ കാറും 7 മരണവും. നവാസ് മേത്തർ ഒരു കണ്ണൂരിലെ ഒരു പ്രാദേശിക പത്രപ്രവർത്തകനായി ജീവിക്കുകയും പേജ് 3-ൽ നിന്ന്, പ്രാദേശിക പേജുകളിൽ നിന്ന് വാർത്തയെ, സ്വന്തം ജീവിതത്തെയും 1-ാം പേജിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു ശ്രദ്ധേയമായ ഒരു പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് അധ്യായങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. 2-ാമത്തെ പുസ്തകമാണ് നവാസ് മേത്തറുടെ. അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ കേരള വിഷൻ പബ്ലിക്കേഷൻ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയമേ നമുക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പുസ്തകോത്സവം നിയമസഭയുടെ ഒരു നേതൃത്വത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വേദിയിൽ ഇങ്ങനെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഈ പുസ്തക പ്രകാശനം വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് COAയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ബിജുകുമാറാണ്. ബിജുകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വലിയ വേദി, ഒരു ആശയത്തെ വലിയ രീതിയിൽ വളർത്തിയെടുത്ത് 4-ാമത്തെ എഡിഷനിലേക്ക് ഇങ്ങനൊരു പുസ്തകോത്സവത്തെ കൊണ്ടുവന്ന് നേതൃത്വം കൊടുത്ത് നമ്മളെ പ്രിയപ്പെട്ട സ്പീക്കർ AN ഷംസീർ ഈ പ്രകാശനം നിർവഹിക്കും. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മളെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നമ്മുടെ ഈ വേദിയിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പുസ്തകങ്ങളുടെ ഒരു വിതരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ADGP S. ശ്രീജിത്ത് സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ ലത്തീഫ് KSA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്നത് KV മധു. നവാസ് മേത്തർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. നമ്മളെ കേരള വിഷൻ പബ്ലിക്കേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടിയുണ്ട്. വേദിയിലും സദസ്സിലൊക്കെ ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടരായ ഒരുപാട് അതിഥികളുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കേരള വിഷൻ്റെ പബ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിലേറെയായി. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ തന്നെ പുതിയ ഒരു പുസ്തകം ഇന്നത്തെ നമ്മുടെ ഏറെ ആദരണീയനായ നമ്മുടെ നിയമസഭാ സ്പീക്കർ M. ഷംസീർ അദ്ദേഹം ഈ പുസ്തക പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലുള്ള ബഹുമാനപ്പെട്ട രാമേന്ദ്രേട്ടൻ, ADGP ശ്രീജിത്ത് സാർ, അബ്ദുൽ ലത്തീഫ്, നവാസ് മേത്തർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ശ്രീ നവാസ് മേത്തറുടെ 2-ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം നടക്കാൻ പോകുന്നത്. ഡിജിറ്റൽ ക്ലോക്കിൽ ഡിസൈൻ മോഡൽ ഇപ്പോൾ ഇങ്ങനെ സമയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാസംഗികന്മാരുടെ എണ്ണം കൂടുതലും സമയം കുറവുമുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനമാണ് ഈ സീസണിലത്. അപ്പോൾ അതുകൊണ്ട് സമയകൃത്യത പാലിക്കുന്നതിൽ സ്പീക്കർ തന്നെ കുറവ് വരുത്തിയാൽ അത് പരിപാടിയെ തന്നെ ബാധിക്കുന്ന നിലയുണ്ടാകും. ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നവാസ് മേത്തറും ഞാനും ഏതാണ്ട് 3 പതിറ്റാണ്ടിൻ്റെ ബന്ധമുണ്ട്. ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പവും സ്നേഹമുള്ള ആളാണ് ഞാൻ. അതിലെല്ലാം ഉപരി നമ്മളെല്ലാം ഒരു പ്രദേശത്തുകാരുമാണ്. തലശ്ശേരിക്കാരെന്ന് മാത്രമല്ല, തലശ്ശേരിക്കാർ അപ്പുറത്ത് നമ്മളൊരു കോടിയേരി വില്ലേജുകാരാണ് ഞങ്ങൾ 2 പേരും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാനാണ് പ്രകാശനം ചെയ്തത്. ആ താലിമാല തേടി ആരും വന്നില്ല. യഥാർത്ഥത്തിൽ ആ പുസ്തകം നല്ല ഹിറ്റായതുകൊണ്ടായിരിക്കാം 2-മതും എന്നെ തന്നെ വിളിച്ചത്. ഒരു ബർക്കത്തുള്ള കൈ എന്ന് പറയും തലശ്ശേരിക്കാർ. ആ കൈയുടെ വർക്കത്തുകൊണ്ടായിരിക്കാം 2-മത്തെ പുസ്തകവും എന്നെ തന്നെ ഏൽപ്പിച്ചത്.
നവാസ് മേത്തർ ഒരു സെൽഫ് മെയ്ഡ് ജേർണലിസ്റ്റാണ്. അതായിരിക്കും ഏറ്റവും അനുയോജ്യമായ വാക്ക്. അക്കാഡമികളിൽ പോയല്ല അദ്ദേഹം ജേർണലിസം പഠിച്ചത്, യൂണിവേഴ്സിറ്റിയിൽ പോയല്ല അദ്ദേഹം ബിരുദം നേടിയത്. അദ്ദേഹത്തിൻ്റെ ബിരുദവും ജനങ്ങളിൽ നേടിയതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളിൽ നിന്ന് വളരാൻ സാധിക്കും, ഉയരാൻ സാധിക്കും എന്നൊരു തെളിവാണ് ശ്രീ നവാസ് മേത്തർ. അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് നിലയിലെത്തിയ ആളാണ്. ഇന്ന് നല്ല നിലയിലാണ്, പക്ഷെ അത് കഠിനാധ്വാനം ചെയ്ത് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, കഠിനാധ്വാനം ചെയ്ത് ഓരോ ചവിടും ഓരോ ചവിട്ടുപടിയും കയറി 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 ഇന്ന് കേരളത്തിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്തൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം മാറി എന്നുള്ളതാണ്. ദീപികയിൽ നിന്ന് രാഷ്ട്രദീപികയിലേക്കും രാഷ്ട്രദീപികയിൽ നിന്ന് കണ്ണൂർ വിഷനിലേക്കും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടവരാണ് ഞാൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ണൂരിലെ പൊളിറ്റിക്കൽ വയലൻസാണ് അദ്ദേഹം എന്ന മാധ്യമപ്രവർത്തകനിലെ ആ മാധ്യമപ്രവർത്തന ശൈലിയെ പുറത്ത് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. കണ്ണൂർ ഒരു കാലത്ത് പൊളിറ്റിക്കൽ വയലൻസിൻ്റെ കേന്ദ്രം, അതിൽ ഹെഡ് ക്വാർട്ടർ തലശ്ശേരി തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നത്തെ പോലെ വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പോൾ ന്യൂസ് മീഡിയ ഇല്ലാത്ത കാലമാണ്, ബ്രേക്കിംഗ് ന്യൂസുകളില്ലാത്ത കാലമാണ്. ബ്രേക്കിംഗ് ന്യൂസുകളില്ലാത്ത കാലത്ത്, മാധ്യമപ്രവർത്തനം ശ്രമകരമായ കാലത്ത് അദ്ദേഹം നേരിട്ട് പോയി ഫീൽഡിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ. രണ്ടാമത്തെ പുസ്തകത്തിൽ ആ കാറും 7 മരണവും എന്ന് പറയുമ്പോൾ അതിലൊരു അധ്യായം മാത്രമാണ്. ഇതിന് സമാനമായി ഞാനൊരു പുസ്തകം പ്രകാശനം ചെയ്ത് പപ്പേട്ടൻ്റെതാണ്. പപ്പേട്ടൻ്റെ പുസ്തകം ഞാനാണ് പ്രകാശനം ചെയ്തത്. പുസ്തകത്തിൻ്റെ പേര് കരുവന്നൂർ എന്നായിരുന്നു. അതൊരു ചെറുകഥാ സമാഹാരമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പേരും തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. വേറെന്തെങ്കിലും പേരിട്ടാൽ ആൾ പെട്ടെന്ന് വാങ്ങിക്കണമെന്നില്ല. മറിച്ച് ആ കാറും 7 മരണവും എന്ന ഈ പുസ്തകത്തിന് തലക്കെട്ട് കൊടുത്താൽ ആൾക്ക് ഇത് അറിയാനുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്, എന്തോ ഇതിൽ പറയുന്ന കാര്യം. അതുകൊണ്ടായിരിക്കാം ഈ പുസ്തകത്തിന് ആ പേര് തിരഞ്ഞെടുത്തത്. നേരത്തെ മാതൃഭൂമി പബ്ലിക്കേഷൻസ് ഇറക്കിയ പപ്പേട്ടൻ്റെ കരുവന്നൂർ എന്ന പുസ്തകത്തിന് കരുവന്നൂർ ഒരു കഥ മാത്രമാണ്, അതിൽ വേറെയും കുറേ കഥകളുണ്ട്. കരുവന്നൂരിന് പ്രാധാന്യമുള്ളതുകൊണ്ട് അതിൽ കരുവന്നൂർ എന്ന് പേരിട്ടുന്നു. അതിന് സമാനമായാണ് ഈ പുസ്തകത്തിന് ആ കാറും 7 മരണവും എന്ന് പേരിട്ട്. ഇതിൽ അദ്ദേഹം കുറേ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പറയുന്നുണ്ട്, ഈ സംഭവം പറയുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ എന്നെക്കാൾ അനുയോജ്യനായ ഒരു വ്യക്തി കൂടി ഇരിക്കുന്നുണ്ട്, അത് ശ്രീജിത്ത് സാറാണ്. അദ്ദേഹം അന്ന് കണ്ണൂരിലെ SP യും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം തലശ്ശേരി ASP, കണ്ണൂർ SP, കണ്ണൂർ IG തുടങ്ങിയ എല്ലാ പദവികളും അലങ്കരിച്ചതുകൊണ്ട് വളരെ കൃത്യമായ ഭാഗം കുറച്ചുകൂടി പരാമർശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ പറയുന്നൊരു ഭാഗം 2008-2009 കാലഘട്ടത്തിലാണ് ഈ കഥയുടെ ഭാഗം. അദ്ദേഹം ആദ്യമായൊരു കാർ വാങ്ങിച്ചു. ആ കാർ വാങ്ങിച്ച് ഡ്രൈവിംഗ് സ്കില്ലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് എനിക്കൊക്കെ അറിയുന്നതാണ്. അങ്ങനെ ഒരു അസാമാന്യമായ ഡ്രൈവിംഗ് സ്കില്ലില്ലെങ്കിൽ അങ്ങേ ഭാഗത്തേക്ക് കാറും കൊണ്ടുപോയാൽ കാർ ഒരഞ്ഞു പോകും, ശരിയാണ്. അതുകൊണ്ട് വയലൻസ് തുടങ്ങിയെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആ കാർ അദ്ദേഹത്തിൻ്റെ ആരൂഢമായ പാരീസിൽ കയറ്റിയിടുന്നു. പക്ഷേ ആ കാർ പിന്നെ ഇറക്കിയത് കുറേ ദിവസം കഴിഞ്ഞാൽ, കാരണം അത്രമാത്രം വയലൻസ് ഉണ്ടായിരുന്നത് ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കഥക്കകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഹൗസുമായുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തകൻ എന്ന അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പത്രം രാവിലെ എടുത്ത് പത്രം വിറ്റ് പത്രപ്രവർത്തനം നടത്തി ഇന്ന് ഇതിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നവാസ് മേത്തർ എന്നത് വളരെ സീനിയർ മോസ്റ്റ് പത്രപ്രവർത്തകർ. ഇവിടെ സ്വാഗതം പറയും ഒരു പ്രാദേശികമല്ല ഇന്ന് അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അത് കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ്, കഠിനാധ്വാനം കൊണ്ട് മാത്രം ഈ നിലയിലേക്ക് എത്തിയൊരു മാധ്യമപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം വാങ്ങിക്കുക എന്ന് മാത്രമല്ല, വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഡസ്റ്റഡ് എന്നൊരു വാക്കുണ്ട്. പുസ്തകം ഒറ്റ അടിക്ക് ഇരുന്ന് വായിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാത്രം എഡിറ്റോറിയൽ ടീം അത് ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല പുസ്തകമാണ്. നവാസ് മേത്തർ ഏതായാലും ഒരു പുതിയ മേഖല കണ്ടെത്തുന്നു. ഇക്കാലം അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാം, അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് വരുന്നതിനേക്കാളും അദ്ദേഹം പത്രം വിറ്റൊരാളായിരുന്നു, എടുത്തുകൊണ്ടുപോയ ഒരാളായിരുന്നു. അവിടുന്ന് മെല്ലെ അദ്ദേഹം അതിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു ചരമ വാർത്തയാണ് അദ്ദേഹം ആദ്യം കൊടുത്തത്. ഒരു ചരമ വാർത്ത എഴുതി കൊടുത്ത് അതിലൂടെ പിന്നീട് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വന്ന് പ്രിന്റ് മീഡിയയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാറ്റം, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ നോക്കുമ്പോൾ 4 ഘട്ടമാണ്. ഒന്ന്, അദ്ദേഹം പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗം ആദ്യം പത്രം എടുത്തുകൊണ്ടുപോയ ഒരാൾ, പിന്നീട് പത്രപ്രവർത്തകനായി നടന്ന ഒരാൾ, അതിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ വിഷ്വൽ മീഡിയയിലൊരു നല്ലൊരു ഇൻ്റർവ്യൂവറായി മാറി. അത് 3ാം ഘട്ടം. 4ാം ഘട്ടം അദ്ദേഹം ഇപ്പോൾ ഒരു
കഥാകാരൻ കൂടിയായി മാറി എന്നുള്ളത്. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ 4 സ്പാൻ അദ്ദേഹം ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി 5ാമത്തെ സ്പാനിലേക്കും അദ്ദേഹം വരട്ടെ. ഒരു മികച്ച കഥാകാരനായി, ഒരു മികച്ച സാഹിത്യകാരനായി ഭാവി കേരളത്തിൽ എഴുതി ചേർക്കാൻ സാധിക്കുന്ന പേരായി നവാസ് മേത്തർ എന്ന പേര് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഈ പുസ്തക പ്രകാശനത്തിൻ്റെ 100 കോപ്പി വിതരണോദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറെ ആദരണീയനായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ കടമ്പള്ളി സാറിനെയും അത് ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ ലത്തീഫ് KSA ചെയർമാൻ അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് ആശംസ പറയുന്നതിനാണ് മിനിസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. ഈ സംഗമീയത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അമ്മമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ നിയമസഭാ സ്പീക്കർ ഷംസീർ, ബിജുകുമാർ, ഹരികുമാർ, നമ്മുടെ ഈ നവാസ് മേത്തർ എന്ന നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനും സഹോദരനും എല്ലാമായ നവാസ് മേത്തർ, ഇത് ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രീജിത്ത് IPS തുടങ്ങി പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. നമ്മുടെ ഈ പുസ്തകോത്സവം ഒരു മഹാചരിത്ര സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീറാണ് ഇതിൻ്റെ എല്ലാമായി ഇതിൻ്റെ ചൈതന്യധന്യമായ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇത് സന്ദർശിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകും ഇതെന്താണ്, ഇതെവിടെയാണ് നിൽക്കുന്നത് എന്നുപോലും നമുക്കറിയില്ല. അത്രയേറെ അനുഭവത്തിൻ്റെയും അനുഭൂതികളുടെയും പുതുമയുടെയും ആത്മഹർഷം നിറഞ്ഞ ഒരു മഹാസംഗമീയത. ആ സംഗമീയതയിൽ വെച്ചാണ് നമ്മുടെ ഈ വേദിയിൽ വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. നവാസ് മേത്തറുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് എന്നത് മറ്റൊരു ചരിത്രത്തിൻ്റെ സംഭവത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നവാസ് മേത്തറുമായിട്ടുള്ള ഒരുപാട് വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളുമുണ്ട്. ഞാൻ തന്നെ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗം 10 മണിക്കാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ വാക്കുകളും എന്താണ് പറയുന്നത് പോലും എനിക്ക് ഒരു മനസ്സാവാത്ത നിലയിലാണ്. മുന്നിരിക്കുന്നവരെല്ലാം പേരെടുത്ത് പറയേണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ നമ്മുടെ ഈ നവാസ് മേത്തർ പുസ്തക രചനയിലൂടെ ഒരു പുതിയ സംരംഭത്തിന് പ്രതീക്ഷാനിർഭരമായ ഒരു നാന്ദി കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നിരവധി വികാരങ്ങളുടെ ആത്മചൈതന്യം, ആത്മബോധമുണ്ട്. ഈ പുസ്തകത്തിന് ആധാരമായി കണ്ണൂരിൽ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ചിട്ടുള്ള റെയിൻബോ ടൂറിസ്റ്റ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളുടെയും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരുപാട് ഹൃദയധ്വനികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രചനകൾ ഇനിയും നവാസ് മേത്തറിൽ നിന്ന് നമുക്ക് ലഭ്യമാകട്ടെ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമാണ് ഞാൻ സന്ദർഭത്തിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
നമ്മുടെ നാട്ടുകാരനും സുഹൃത്തും എല്ലാമായ നവാസ് മേത്ത ഇങ്ങനെയുള്ള ഒരു സാഹിത്യ ശക്തിയായി വളർന്നു വരുന്നതിലുള്ള ആത്മഹർഷം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനും അതുപോലെ തന്നെ ഈ നവാസ് മേത്തയുടെ പുസ്തകത്തിനും തുറന്നുള്ള മഹാസംരംഭങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഏതൊരു ആരാധരണീയനായ ശ്രീജിത്ത് IPS സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ, മന്ത്രി ശ്രീ കടന്നപ്പള്ളി സാർ, നവാസ് മേത്തർ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സാംസ്കാരിക പാരമ്പര്യമോ എഴുത്തിലുള്ള വൈഭവം കൊണ്ടൊന്നുമല്ല എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. ഞങ്ങളെല്ലാം തലശ്ശേരി കുടുംബാംഗങ്ങളാണ്. എനിക്ക് തലശ്ശേരിയിൽ നിന്ന് വേറെ കുറച്ച് പ്രത്യേകതകളും കൂടി എനിക്ക് അവകാശപ്പെടാറുണ്ട്. ചില റെക്കോർഡുകളുണ്ട് എനിക്ക്. കേരളത്തിൽ ബോംബാക്രമണം നേരിട്ട ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ ഞാനാണ്, തലശ്ശേരിയിലാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട് പലപ്പോഴും. നവാസ് മേത്തയുടെ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ എഴുതി വെച്ചിരിക്കുന്നൊരു പുസ്തകമാണ്. നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ. അങ്ങനെയാണ് നവാസും ഞങ്ങളുമൊക്കെ അടുക്കുന്നത്. ഷംസീർ സാറും കടന്നപ്പള്ളി സാറുമായിട്ടൊക്കെ അന്ന് തൊട്ടേയുള്ള ബന്ധമാണ്. അന്ന് പുറത്തിറങ്ങി നടക്കുമ്പം അത് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തുള്ളൊരു നീരൊഴുക്ക് ഈ തലശ്ശേരിക്കാരുമായിട്ട്, പ്രത്യേകിച്ച് തലശ്ശേരി ജീവിച്ച് മരിച്ച ആൾക്കാരോടും നമുക്കുണ്ട്. തലശ്ശേരിയിൽ ജീവിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തലശ്ശേരിയിൽ എനിക്ക് എന്നോട് ഇത്രയും ആൾക്കാർക്ക് സ്നേഹം. കാരണം ബാക്കിയെല്ലാം സംഘർഷ മേഖലയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ. കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആശുപത്രിയിൽ ബോംബാക്രമണമായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ കേവലം 72 കിലോ ഉണ്ടായിരുന്ന ഞാൻ 86 കിലോയായി മാറിയത് അവിടെയുള്ള ഉമ്മമാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. എല്ലാവരും എനിക്ക് ദിവസവും രാവിലെ ഹോസ്പിറ്റലിലേക്ക് പലതരത്തിലുള്ള മട്ടൺ തിന്ന് അപ്പോൾ ഞാനിത് 72 കിലോ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതിൻ്റെ ദോഷം തീർക്കാനാന്ന് പറഞ്ഞ് ഗുരുവായൂർ തുലാഭാരത്തിലൂടെ 86 എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരുടെ വയസ്സ് പറയാമെന്ന് ഞാൻ കരുതിയത്. ഇതിന് മുഴുവൻ കാരണക്കാർ തലശ്ശേരിക്കാരാണ്. ഈ തലശ്ശേരിക്കാരൻ നിസ്സീമമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ ഷംസീർ സാറിനെയും കടന്നപ്പള്ളി സാറിനെയും നവാസിനെയൊക്കെ കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് എന്നിൽ നിന്ന് തന്നെ എനിക്ക് തന്നെ തന്നുകൊണ്ട് ഇത് തരണം എന്ന് വിചാരിച്ചതിനകത്തുള്ള നിസ്സീമമായ കൃതജ്ഞത പോലീസുകാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്ന്. രണ്ടാമത്, ഇന്നിപ്പോൾ കാരണമില്ലാതെ ഒരുത്തിനോട് വന്നിരിപ്പുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരനാണ്. പോലീസിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ജ്യൂസ് കച്ചവടമായിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കുക. അനിൽ. ഇവൻ അന്ന് എൻ്റെ കൂടെ എന്നെ പെറുക്കി കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനാണ്. എന്നെ തൂത്ത് പെറുക്കി കൊണ്ടുപോയിട്ട്. അപ്പോൾ അന്ന് ആദ്യം എന്നെ സഹായിച്ച ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നവാസിനൊക്കെ ഒരുപാട് പങ്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിൽ ഉണ്ടായ പങ്കിനേക്കാൾ ഉപരി അദ്ദേഹം എഴുതിയത് വായിക്കുമ്പോൾ കുറച്ച് ആദ്യത്തെ അധ്യായങ്ങളും ഒരു കടിഞ്ഞൂൽ പ്രസവത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. ഉമ്മ പ്രസവിച്ചൊക്കെ എഴുതി വെക്കുമ്പോൾ അത് ശരിക്കും കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം കാണാം, നമുക്ക് കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊന്നും തന്നെ ചെറുപ്പകാലത്ത് ഫലിച്ചിട്ടില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉപദ്രവിച്ചിരുന്ന അധ്യാപകരെയൊക്കെ മരിച്ചു പോകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായിട്ടും അന്ന് ദൈവം അതൊന്നും കേട്ടില്ലായിരുന്നു എന്നും, അത് അന്ന് കേട്ടില്ലായിരുന്നു എന്ന് പറയുന്നതിനർത്ഥം പിന്നീട് കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണോ എന്നൊരു സംശയമില്ലായില്ല. എന്തായാലും ആ ശത്രുപക്ഷത്തൊന്നും ഞങ്ങളാരും ഇല്ലാത്തത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അത്ര വളരെ വ്യക്തമായ വ്യതിരിക്തമായ ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റുന്നൊരു കഥാകാരൻ എന്തുകൊണ്ട് 50-ാം വയസ്സ് വരെ എഴുതിയില്ല? ഇപ്പോൾ ഒരു അദ്ദേഹത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 50 വയസ്സിൽ പേരക്കുട്ടി വന്നപ്പോഴാണ് എഴുത്ത് തുടങ്ങിയ വൈകിപ്പോയി എന്നുള്ളൊരു വാക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈകിപ്പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളൂ. ബഹുമാനപ്പെട്ട സ്പീക്കർ സാറ് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ച്. 4 ഘട്ടമൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് പലതരത്തിലുള്ള എന്താ പറയുക, ഫിലോസഫിക്കലായിട്ട് ആധ്യാത്മികമായിട്ടൊക്കെ ചിന്തിച്ച് ഒരുപാട് ദർശനങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളും കൂടിയാണ് നവാസ് മേത്തർ. അങ്ങനെയുള്ളൊരു മേഖലയിലും കൂടെ തുറന്ന് ജനങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് അരക്ഷിതമായിട്ടുള്ളൊരു യൗവനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളോട് അദ്ദേഹത്തിന് എഴുതി അവർക്ക് മാർഗ്ഗദർശനങ്ങളാവാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ആ കഥയിൽ ചിലയിടത്തൊക്കെ വായിക്കേണ്ടായി, ഈ ക്ഷമ എന്ന് പറയുന്നത് തീർത്തും നഷ്ടപ്പെട്ടിരിക്കുന്നൊരു യൗവനത്തെ ഒരു യുവതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രത്തോളം ക്ഷമിച്ചും സഹിച്ചും തലശ്ശേരിയുള്ള തിരുമേനിയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയതും ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചെറുപ്പക്കാർക്കൊരു മാതൃകയായി മാറട്ടെ. ഇങ്ങനെയും മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള എന്താ പറയുക, മതമൈത്രിയുടെയും എന്താ പറയുക സാഹോദര്യത്തിൻ്റെയും ഒരു മേഖലയാണ് തലശ്ശേരി എന്നുള്ളതും, തലശ്ശേരി സംഘർഷത്തിൻ്റെ ലോകമല്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ അറിയാവുന്നവരാണ്. തലശ്ശേരിയുള്ള ഞങ്ങൾ ജോലി ചെയ്യുന്ന കാലത്തുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ?
6 മാസത്തിൽ കേവലം 10 ദിവസം ഇവിടെ പണി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞങ്ങൾ പോലീസുകാർ വെറുതെ ഇരിക്കുക. കാരണം വെച്ചാൽ അവിടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, ഷംസീർ സാർ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ എല്ലാ കാര്യത്തിലും ഇടപെടും. 10 ദിവസം പക്ഷേ ഞങ്ങൾ വെട്ടും കുത്തും ബോംബെറിഞ്ഞും പരസ്പരം ബഹുമാനിച്ച് കഴിയുന്നൊരു 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി എന്താ പറയുക, ഒരു 180 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 170 ദിവസവും ഞങ്ങളുടെ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഭക്ഷണം കഴിക്കുക, കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, വളരെ സ്നേഹമസൃണമായ രീതിയിൽ പരസ്പരം പെരുമാറുന്ന ആളുകൾ. എന്നെ ബോംബെറിഞ്ഞവരും ബോംബെറിയാൻ കൂട്ടുവന്നവരും പണ്ട് സ്ഥിരമായിട്ട് കുറേ ആൾക്കാർ വന്ന് എൻ്റെ വീട്ടിന് അതേ ബോംബെറിയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട പുറത്തേക്ക് വെടിവെക്കും. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് സാറേ ഞങ്ങളതിന് ബോംബെറിഞ്ഞേ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന കുറേ ആളുകൾ. അപ്പോൾ ഞാൻ പറയും നാളെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു, നാളെ ഞാൻ സ്റ്റേഷനിൽ വന്നോളാം സാർ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഒരു അതവിടെ ജീവിച്ച് ഉള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള തലശ്ശേരിയുടെ കൂട്ടായ്മയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇന്ന് ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഭാവങ്ങളും നമസ്കാരം. ഈ സദസ്സിന് ആശംസ പറയുന്നതിന് വേണ്ടിയിട്ട് അബ്ദുൽ ലത്തീഫ് സാറിനെ പേര് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ADGP, സദസ്സിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ 2ാം പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യുവാനും സാധിച്ചതിൽ നന്ദിയുണ്ട്. നവാസിനെ ഏകദേശം ചുരുങ്ങിയ കാലയളവിലുള്ള എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരിചയമായിരുന്നു തുടങ്ങിയിരുന്നത്. എല്ലാ മേഖലയിലും അവരുടേതായിരിക്കുന്ന ആ ഒരു ചിട്ടയായ മുൻകരുതലോടുകൂടിയുള്ള സ്റ്റെപ്പ്, അതാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതലോടുകൂടിയുള്ള നീക്ക് പോക്കുകളാണ് ഈ നിലയിലെത്തിച്ചത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് പ്രാദേശികമെന്നും ഇവിടെ ഇന്ത്യയിലെന്നും പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ പറയും അദ്ദേഹം ഇൻ്റർനാഷണലി അറിയപ്പെടുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഷാർജ പുസ്തകമേളയിലാണ് മറ്റൊരു 3ാം പതിപ്പ്, താലിമാലയുടെ 3ാം പതിപ്പ് അവിടെയാണ് പ്രകാശനം. അതിലും ഞാൻ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഒരു നാഷണൽ ലെവലിലല്ല, ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇപ്പോഴേ തന്നെ ഉള്ളത്. ഇനിയും അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ. ഈ സദസ്സിന് ആശംസ പറയാൻ വേണ്ടി KV മധു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. വേദിയിലും സദസ്സിലും പോലീസും മന്ത്രിയും സ്പീക്കറും എല്ലാവരും ഇരിക്കുന്ന വലിയൊരു സദസ്സാണ്. യൂണിഫോമിൽ തന്നെ ഇരിക്കുന്ന സദസ്സാണ്. ഇവിടെ എന്നെ കൂടി വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ആദ്യം നവാസ് മേത്തറിൻ്റെ ആ കാറും 7 മരണവും എന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം, ഞാൻ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഒരുപാട് നീട്ടുന്നുമില്ല. അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മുമ്പുള്ള പുസ്തകവും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള പ്രതീക്ഷയും മാത്രം ഞാൻ പങ്കുവെക്കുകയാണ്. പ്രധാനമായിട്ടും തലശ്ശേരി എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണലായ സ്ഥലമായി മാറിയ സ്ഥലമാണ് തലശ്ശേരി. ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് എന്ന് നമുക്ക് ഭക്ഷണം മുതൽ സ്നേഹം വരെയുള്ള ഒരു നീളുന്ന തലത്തിൽ നമുക്ക് മനസ്സിലാവും. അതിനപ്പുറത്ത് ദീപിക പത്രത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ദീപിക പത്രത്തിൽ ഞാൻ ഒരു കുറച്ചു കാലം മുന്നേ നമ്മുടെ ജീവിതത്തിലൊരു തുടക്കകാലത്ത് ജോലി ചെയ്തു എന്നുള്ള ഇതിൽ നിന്ന് ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് നവാസ് മേത്തർ എന്ന ബൈലിയൻ തലശ്ശേരി പ്ലേസ് ലൈനിൽ കാണുമ്പോൾ തന്നെ ആ വാർത്ത വായിക്കാനുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ടാവും. മുമ്പ് അങ്ങനെയാണല്ലോ, പത്രം വായിക്കുമ്പോൾ ബൈലൈൻ നോക്കി വാർത്ത വായിക്കുന്നൊരു സ്വഭാവത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പത്രവായനയുടെ സമീപനം മാറിയിട്ടുണ്ട്. അന്ന് ചില പ്രധാന വാർത്തകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വരും. അതിലൊന്ന് തലശ്ശേരിയാണ്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ബൈലൈനിൽ ഞാൻ കണ്ണൂർ ദീപികയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം സാന്ദർഭികമായി നമുക്ക് പരാമർശിക്കാവുന്ന 2 വാർത്തകൾ മാത്രമാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഒരു വാർത്ത ഫാക്സ് ചെയ്യപ്പെട്ടു. രാജീവ് ഗാന്ധി കൊല്ലപ്പെടും എന്നത്, രാജീവ് ഗാന്ധിക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത് IBക്ക് നേരത്തെ അറിയാമായിരുന്നു. 2 ദിവസം മുന്നേ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത്.
അപ്പോൾ പ്ലേസിലേക്ക് നോക്കിയപ്പോൾ ഇരിട്ടി എന്നാണ് വന്നത്. ഇരിട്ടിയിലുള്ള ഒരു റിപ്പോർട്ടുണ്ട്, രാജേഷ് കാങ്കോല അയച്ച വാർത്തയാണ്. അപ്പം ഞാൻ അന്ന് സബ് എഡിറ്ററാണ്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഭയങ്കര വാർത്തയാണല്ലോ, നമ്മൾ പഠിച്ചു വന്നതൊക്കെ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ നേരെ ന്യൂസ് എഡിറ്റർ കൊടുത്തു. ന്യൂസ് എഡിറ്റർ ഭയങ്കര വാർത്തയാണ്, പക്ഷേ പ്ലേസിലേന് ഇരിട്ടി എന്ന് കണ്ടോണ്ട് മൂപ്പര് ഇരിട്ടിക്കാരനാണോ ഡൽഹിയിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, IB എന്നുള്ള വാർത്തയാണ്, പ്രാദേശിക ലേഖനമാണല്ലോ. അത് എടുത്ത് ബാസ്ക്കറ്റിലിട്ടു. പിറ്റന്നാൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വലിയ ബൈലൈനിൽ 1-ാം പേജിലെ വാർത്തയാണ്. അടുത്ത ദിവസം ഇന്ത്യ, പിന്നെ നമ്മൾ ആ വാർത്ത എടുത്ത് കൊടുക്കേണ്ടി വന്നു. ഒരു പ്രാദേശിക ലേഖകരോടുള്ള പൊതു സമീപനമായിരുന്നു അന്ന്. പക്ഷേ അതൊരു വലിയ വാസ്തവം എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന സോഴ്സ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. അതുപോലെ ഒരാളായിരുന്നു നവാസും. നവാസിൻ്റെ വാർത്തകളൊക്കെ അങ്ങനെ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ആ താലിമാല തേടി ആരും വന്നില്ല എന്ന ഒരു പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു കഥയുണ്ട്, അത് കുറച്ച് വ്യത്യസ്തമായ കഥയാണ്. അതായത് ഇന്ന് തലശ്ശേരിയിൽ നിന്ന് ഈ തലത്തിലേക്ക് ഉയർന്നു വന്ന നവാസിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ആലോചിച്ച് നോക്കുമ്പോഴൊരു സന്തോഷം, നമ്മളും അതിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള, അദ്ദേഹത്തിൻ്റെ ഒപ്പം സൗഹൃദത്തിൽ സഞ്ചരിക്കുന്നുള്ള സന്തോഷം കൂടി പങ്കുവെക്കാൻ ആ ഒരു വാർത്ത കൂടി പറയണം. അതായത് പുതിയ കാലത്ത് ഈ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, വിടും എന്നുള്ളതിനപ്പുറത്ത് ആ വാർത്തയെ ആലോചിക്കുക, അതിൽ പറ്റിയ പിഴവുകൾ തിരുത്തുക എന്നൊക്കെയുള്ള വലിയ ലോകം അങ്ങനെ വേണം എന്നാണ് നമ്മുടെ സങ്കല്പം. നവാസ് ഇപ്പോഴും അങ്ങനെയുള്ള വാർത്തകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അതായത് കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിലൊരു ദിവസം നവാസിനോടൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഏതൊരു കൊലപാതക സ്ഥലത്ത് പോയപ്പോഴാണ്, ഇനി ഇതൊന്നും നടക്കില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്, ചൈനയിൽ നിന്ന് മറ്റേ ഇറക്കുമതി ചെയ്തൊരു ടോർച്ച്, ആ ടോർച്ച് അടിച്ചാൽ ആ ലൈറ്റ് കൊള്ളുന്നിടത്ത് ബോംബുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ ഈ വാർത്ത നവാസ് ഭായി അത് പിറ്റന്നാൾ പത്രത്തിലടിച്ചു. ഭയങ്കര അത് എത്തിക്കഴിഞ്ഞു, ഉടനെ വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം മലയാളത്തിലെ 1-ാം നിര പത്രം അത് ഭയങ്കര വാർത്തയൊക്കെ അടിച്ചു. ഇന്നത്തെ പോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഗൂഗിളൊന്നും അങ്ങനെ ഇല്ലാത്ത കാലത്താണ്. അപ്പോൾ ആ വാർത്ത അങ്ങനെ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു, ഈ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ശരിയല്ല എന്നുള്ള വാർത്ത, ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെയുള്ള പ്രചരണം വന്നു. അങ്ങനെ നവാസ് ഭായി അത് അന്വേഷിച്ച് പോയപ്പം ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അത് ഞാൻ വെറുതെ അടിച്ചാണ്, നീ എന്തിനാ വാർത്തയാക്കിയെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ. അപ്പോൾ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പിന്നെ എന്തായാലും നന്നായി, അത് വന്നതിന് ശേഷം ഒരാഴ്ചയായിട്ട് സൗകര്യമുണ്ട്, വലിയ ബോംബ് സ്ഫോടനങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനുഭവം. അദ്ദേഹം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ കാര്യം വിശദീകരിക്കുന്നത്. ഏത് കാലത്തും കടന്നുപോയ വാർത്തയുടെ ശരിയും തെറ്റും ന്യായാന്യായങ്ങളും ഒക്കെ നമ്മൾ ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പിന്നെ പാലിക്കുന്നുണ്ട്. ആ 6-7 മരണവും അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നമുക്ക് മുന്നിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ ഈ പുസ്തകം നമുക്കിനി എല്ലാവർക്കും വായിക്കാം. നന്ദി, നമസ്കാരം. മറുമൊഴിക്ക് വേണ്ടി ഇതിൻ്റെ ഗ്രന്ഥകാരൻ നവാസ് മേത്രയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ശ്രീ സാർ പറഞ്ഞതുപോലെ അവിടുന്ന് ഈ ശ്രീ സാറിൻ്റെ ആ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ ബോംബേർ കൊണ്ടിട്ട് തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രി കിടക്കുമ്പോൾ ഈ ആളുകളെല്ലാം കൊണ്ടുവന്നിട്ട് കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് കൂടുതൽ ഫ്രൂട്ട്സായി. അപ്പോൾ അദ്ദേഹം അവിടുത്തെ സ്റ്റാഫിനോട് നിങ്ങൾ കുറച്ച് കൊണ്ടുപോയിക്കുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. എന്നിട്ട് അവസാനം ഞാൻ തന്നെ എടുത്തതെല്ലാം കൊണ്ടുപോയി. ഈ കഥയിൽ ഈ ആ കാറും 7 മരണവും എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഇരിക്കുന്നത് ഈ ഷാനവാസാണ്. തമ്പാനൂർ സേവി മനോ മാത്യുവിൻ്റെ 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ലിഫ്റ്റിൻ്റെ താഴത്തേക്ക് വീണ് ശരീരം മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങി കരളിൽ വരെ എല്ല് കയറിയിട്ട് മെഡിക്കൽ കോളേജിലേക്കും അവിടുന്ന് കിംസിലേക്കും കൊണ്ടുപോയി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കഥാപാത്രം. ഇദ്ദേഹത്തിൻ്റെ ആ അപകട വിവരം വരുന്നതാണ് ആ തുടക്കം, ആ കോള് വരുന്നതാണ് അതിനകത്ത് 2ാമത്തെ പാർട്ടിൽ വരുന്നത്. പുസ്തകത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഇനി എൻ്റെ കയ്യിൽ സമയമില്ല. അതിനകത്ത് കാന്തലൂട്ട് എൻ്റെ മയ്യഴി, അതുപോലെ EP ജയരാജനെ കുറിച്ച് പറയുന്നുണ്ട്. പൊട്ടൻ കണ്ടിയും കട്ടൻ ചായയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് PK. കട്ടൻ ചായ കുടിക്കുകയും ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നതുമൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഈ ജയിലിൽ പോകാൻ പൂതിയായിട്ട് വരുന്നൊരു കഥാപാത്രത്തിൻ്റെ കഥയുണ്ട്. അതുപോലെ മരണം വെറുതെ വിട്ടവർ. പിന്നെ കണ്ണൂർ റെയിൻബോ ടൂർ ഷോ എൻ്റെ ഒരു ആരൂഢമാണ്. KP അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട KP അബ്ദുള്ളയായിട്ട് മകനിവിടെ ഉണ്ടായിരുന്നു, സമീർ, അതുപോലെ ഉണ്ണിയേട്ടൻ, വെള്ളശ്ശേരി, അവരൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ബന്ധുക്കൾ, എൻ്റെ ഭാര്യ, മക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഷംനാദ് എത്തിയിട്ടുണ്ട്. ഷംനാദിനെ കാണാൻ വേണ്ടി മാത്രം 2-3 ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഷംനാദിൻ്റെ ഒരു പുസ്തക ഇതും ഇന്നലെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഒത്തിരി ഓർമ്മകൾ കുറേ പങ്കുവെക്കാൻ സമയമുണ്ട്, പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇനി 1 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് വന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നന്ദി ഉണ്ടാവും. ഓക്കെ. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ,
നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള വിഷൻ ഈ പ്രസാധന രംഗത്തേക്ക് എത്തിയിട്ട് വളരെ ചെറിയ കാലയളവേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ നമ്മളിത് 3ാമത്തെ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നലെ നമ്മൾ ശ്രീ ഷംനാഥ് പൂശ്ശേരിയുടെ ഒരു പുസ്തകം വിശുദ്ധൻ്റെ കുമ്പസാരം പ്രസിദ്ധീകരിച്ചു. ഇന്നിപ്പോൾ നവാസ് മേത്രയുടെ ഈ ആ കാറും 7 മരണവും പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് പുസ്തക പ്രകാശനം നടത്തിയ നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട എൻ ഷംസീർ അവരുടെ എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മിനിസ്റ്റർ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ, അദ്ദേഹത്തിനും കേരള വിഷൻ പബ്ലിക്കേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ADGP ശ്രീ എസ് ശ്രീജിത്ത് അവർ, അദ്ദേഹത്തെയും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന അബ്ദുൽ ലത്തീഫ് KSA, KV മധു, അതുപോലെ ഈ പ്രസാദ്, നവാസ് മേത്തർ, ഹരികുമാർ, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.